നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് ആൺമക്കളാണോ പെൺമക്കളാണോ കൂടുതൽ സൗഭാഗ്യം കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത്? രണ്ടു കൂട്ടരും കൊണ്ടുവരും, പക്ഷെ അതിന് ഗണ്യമായ വ്യത്യാസമുണ്ട്. അതുതന്നെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ക്രോഡീകരിച്ചാണ് ഞാനിത് പറയുന്നത്. അതായത് 64 വർഷത്തിനിടയ്ക്ക് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇതിൽ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയട്ടെ. ഈ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം വരുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. സ്വയം അങ്ങ് പുകഴ്ത്തിയ സ്വയം പുകഴ്ത്തുന്നത് വൃത്തികേടാണ്, മര്യാദകേടാണ്. പക്ഷേ ഞാൻ പറയാതെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ടാണ് ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യമുണ്ടാവും. ഒരു പരീക്ഷണത്തിന് വേണ്ടി 2 മാസത്തേക്ക് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കും. ഭാഗ്യം ലോട്ടറി അടിക്കുമെന്നല്ല പറയുന്നത്. പണം മാത്രമല്ല ഭാഗ്യം, വേറെയൊക്കെ ഒരുപാട് രൂപങ്ങളുണ്ട് ഭാഗ്യത്തിന്. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പാണ്. 2 മാസം ഒന്ന് ചെയ്തു നോക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. അതായത് പെൺമക്കൾ ഉള്ളവർ ഭാഗ്യവാന്മാരെന്നാണ് ശ്രീ വി സാംബശിവൻ പറഞ്ഞിട്ടുള്ളത്. നിരവധി കഥാപ്രസംഗങ്ങളിൽ അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം അത് പറയുന്ന കാലത്ത് അദ്ദേഹത്തിന് 4 ആൺമക്കൾ, ഞാൻ ഉൾപ്പെടെയുള്ള 4 കുരുത്തങ്ങോട്ടന്മാരായിരുന്നു മക്കളായിട്ടുള്ള ആൺമക്കൾ. അപ്പോൾ ആ കാലത്തൊക്കെ അത് പറയുമായിരുന്നു. പിന്നെ ഞങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് അച്ഛന് ഒരു മകൾ ജനിച്ചു, ഐശ്വര്യ സമർത്ഥ്. ഓക്കെ, അതായത് 4 ആൺമക്കൾ കഴിഞ്ഞിട്ട് 5ാമത്തെ പെണ്ണ്. പൊതുവെ എല്ലാവർക്കും അറിയാം 5ാമത്തെ പെണ്ണ്, പ്രത്യേകിച്ച് ഈ 4 ആൺമക്കൾ കഴിഞ്ഞിട്ട് വരുന്ന 5ാമത്തെ പെണ്ണെന്ന് പറഞ്ഞാൽ അസാമാന്യമായിട്ട് ഭാഗ്യമുള്ള കുട്ടിയായിരിക്കും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഓക്കെ, അതുപോലെ തന്നെയാണ് സംഭവം നടന്നേക്കുന്നത്. അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ 5 പേരിൽ 5 മക്കളിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന അവളായിരുന്നു. BSCക്കും MSCക്കും ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പാസ്സായി ഇറങ്ങി ഉടനെ തന്നെ അയാൾക്ക് ജോലിയും കിട്ടി. അതായത് VSSCയിൽ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ സംഭവം ഇതാണ്. അങ്ങനെ ഒരു പല കോമ്പിനേഷൻ ഞാൻ പറയാം. അതായത് പെട്ടെന്ന് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതാണ്: 3 പെൺമക്കൾ ജനിക്കുന്ന വീടുകളിൽ അസാമാന്യമായിട്ടുള്ള ഭാഗ്യം വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതായത് പൊതുവേ എല്ലാവരും പറയും, 3 പെൺമക്കൾ സ്ത്രീധനമൊക്കെ എങ്ങനെ കൊടുക്കും എന്നൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള തോട്ടാണ് ഭൂരിപക്ഷം പേർക്കും ഉള്ളത്, അതിപ്പോഴും ഉള്ളത്. പക്ഷെ ഞാൻ പറയുന്നു, 3 പെൺമക്കളും മാത്രമുള്ള വീട്ടിൽ, 1-2 കുടുംബങ്ങളിലല്ല, നിരവധി കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 3 പെൺമക്കളുള്ള വീട്ടിൽ തീർച്ചയായിട്ടും ഈ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ, ഇവരെല്ലാം എങ്ങനെ കെട്ടിച്ചയക്കും എന്നൊക്കെ. പക്ഷെ സംഭവം ഇവളുമാരെല്ലാവരും 3 പേരും ഒരുപോലെ നന്നായിട്ട് പഠിച്ച് നല്ല ഗവൺമെൻറ് ഉദ്യോഗം വാങ്ങിച്ച് കല്യാണം കഴിക്കും. അതുമാത്രമല്ല, ഈ 3 പെൺമക്കളുള്ള വീട്ടിലേക്ക് വരുന്ന മരുമക്കൾ എക്സ്ട്രാ ഡീസൻ്റ് ആയിരിക്കും. എന്നെ പോലൊന്നും ആയിരിക്കുന്നില്ല. ഓക്കെ, എക്സ്ട്രാ ഡീസൻ്റ് ആയിരിക്കും, ജെൻറ്റിൽമാൻമാരായിരിക്കും. ഇത് വെറുതെ പറയുന്ന അങ്ങ് തള്ളുകയല്ല, ഏതെങ്കിലും പുസ്തകത്തിൽ കണ്ടുപിടിച്ച് ഞാൻ പറയുന്നതല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ബന്ധുക്കൾ ഒരുപാട് പേര്, ഒരുപാട് ഫാമിലീസിൽ ഇത് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പേരൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഒരു വീട്ടിൽ കൊല്ലത്ത് തന്നെ ഞങ്ങളുടെ വൈഫിൻ്റെ ഒരു ബന്ധുവാണ്. ആ വീട്ടിൽ 3 പെൺമക്കളാണ്.
ഇവളുമാർ 3 പേരും നന്നായിട്ട് പഠിച്ച് 2 പേര് ഡോക്ടറായി, 2 പേര് MD ഡോക്ടർമാരാണ്, MBBS അല്ല, MD ഡോക്ടർമാർ, ഒരാൾ എൻജിനീയറുമാണ്. ഇവർക്ക് 3 പേർക്കും ഗവൺമെൻറ് സർവീസിൽ ജോലിയുണ്ട്. അതുമാത്രമല്ല, ഇവർക്ക് 3 പേർക്കും വന്ന ഭർത്താക്കന്മാർ കാണാൻ സുന്ദരന്മാരുമാണ്, നല്ല എന്താ പറയുക, നല്ല ജെൻറ്റിൽമാൻമാരായിട്ടുള്ള, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ദുശീലവും ഇല്ലാത്ത ഏറ്റവും നല്ല മരുമക്കളും വന്നു. ഓക്കെ. അപ്പോൾ എന്നിട്ട് ഇത് മാത്രമല്ല, പിന്നെയും പല കോമ്പിനേഷൻസ് ഞാൻ പറയാം. ഓക്കെ. 2 ആൺമക്കൾ ജനിച്ചിട്ട് 3ാമത് പെണ്ണ് ജനിച്ചാൽ ആ പെൺകുട്ടി മുടി വെച്ച് വാഴുക. 3ാമത് ജനിക്കുന്ന പെൺകുഞ്ഞ് മുടി വെച്ച് വാഴുമെന്നൊക്കെ പഴമക്കാർ പറയും. നിരവധി ഉദാഹരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ 3ാമത്തെ മകൻ, ഞാനൊരു 3ാമത്തെ മകനാണ്. ഓക്കെ. അപ്പോൾ സംഭവം 2 പെൺമക്കൾ ജനിച്ചിട്ട് 3ാമത് ആൺകുഞ്ഞ് ജനിച്ചാൽ ആ യുവാവ്, ആ മകൻ അത്യധികം ഉയർച്ചയിൽ വരുമെന്നാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 3ാമത്തെ മകനാണെങ്കിലും എൻ്റെ മൂത്ത 2 പേര് ആൺമക്കളാണ്. ഓക്കെ. എങ്കിലും ഒരു വെടിക്കുള്ള ഒരു മരുന്ന് നമ്മൾക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഞാൻ ജനിക്കുന്നത് 1963 മാർച്ച് 13 ഉച്ചയ്ക്ക് 3 മണിക്ക് 3ാമത്തെ മകനായിട്ട് 3ാമത്തെ വർക്കിംഗ് ഡേയിൽ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ 1963 വലിയൊരു പ്രത്യേകതയുണ്ട്. ഞാൻ മാർച്ചിൽ ജനിക്കുന്നു. എൻ്റെ പിതാവ് ശ്രീ വി സാംബശിവൻ അനീസിയ എന്ന് പറയുന്ന കഥ പറയുന്നു. നോക്കാം. അതായത് 1963 സെപ്റ്റംബറിലാണ് അദ്ദേഹം അനീസിയ കഥാപ്രസംഗം പറയുന്നത്. അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കഥകളിൽ വെച്ച് ഏറ്റവും സൂപ്പർ മെഗാ ഹിറ്റായിട്ടുള്ള കഥയാണ് ഈ അനീസിയ. ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പറഞ്ഞത് അനീസിയ തന്നെയാണ്. അനീസിയയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ശ്രീ വി സാംബശിവൻ അവതരിപ്പിച്ച കഥകളിൽ ആദ്യത്തെ വിദേശ കഥയാണ്, ടോൾസ്റ്റോയുടെ കഥയാണ് അനീസിയ, പവർ ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ. തമശക്തി എന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ അത് സൂപ്പർ മെഗാ ഹിറ്റായി. പിന്നെ ഒഥല്ലോ. ഓക്കെ. ഒഥല്ലോ ഒക്കെ 1967 68 മറ്റോ ആണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്ക് 2ാം സ്ഥാനം വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പറഞ്ഞത് അനീസിയാണ്. ഓക്കെ. അപ്പോൾ അത് ഞാൻ എന്ന് പറഞ്ഞാൽ ഗുരുത്തം കേട്ടവൻ 3ാമത്തെ മകനായിട്ട്. പിന്നെ വേറൊരു സംഭവം അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ജനിച്ച ദിവസം അദ്ദേഹത്തിന് ഒരു സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സ്റ്റേജിൽ വെച്ച് 36 കഥകൾ ഒരുമിച്ച് ഒരൊറ്റ നിമിഷം കൊണ്ട് ബുക്കിംഗായി. അതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സംഭവം നമ്മൾ മോശക്കാരനൊന്നും അല്ല കേട്ടോ. അപ്പോൾ സംഭവം ഇതാണ്. പൊതുവെ ഞാൻ പറയുന്നതാണ്, പൊതുവെ ആൾക്കാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു കുട്ടി മതി എന്ന് തീരുമാനിക്കും പൊതുവെ ദമ്പതികൾ. ഓക്കെ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എന്താ പറയുക, ഭയങ്കര കാൽക്കുലേഷനാണ്. എന്തുവാ, ഒരു സ്കൂൾ ഫീസ് കൊടുത്താൽ മതി. ഓക്കെ. ഒരു സ്കൂൾ യൂണിഫോം വാങ്ങിച്ചാൽ മതി, ഒരു സ്കൂൾ ബാഗ് വാങ്ങിച്ചാൽ മതി, ഒരു കുട വാങ്ങിച്ചാൽ മതി, ഒരു ചെരുപ്പ് വാങ്ങിച്ചാൽ മതി, ഒരു ചെവിത്തോണ്ടി അങ്ങനെയൊക്കെയാണ് പൊതുവെ ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനല്ല. ഓരോ മക്കൾ ജനിക്കും തോറും നിങ്ങൾക്ക് സൗഭാഗ്യം ഉള്ള
ജാതകം ഉള്ള കുട്ടികളാണ് ജനിക്കുന്നത്, നിങ്ങൾക്ക് കൂടുതൽ സൗഭാഗ്യം വരുത്തേ ഉള്ളൂ. അതൊരു വലിയ സംഭവമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇത് ഞാൻ പലരോടും ഈ അടുപ്പമുള്ളവരുടെയൊക്കെ ചെറുപ്പക്കാരോടൊക്കെ പറയും. ഇന്നലെ എൻ്റെ സ്ഥാപനത്തിലൊരു ഭാര്യയും ഭർത്താവും 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് വന്നു. അവരോട് ഞാനിതാ പറഞ്ഞത്. അതായത് 2 പെൺകുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ. അവർ കുറച്ച് കാലമായുള്ളൂ വിവാഹം കഴിച്ചിട്ട്. അപ്പോൾ 2 പേർക്കും ഏകദേശം 3 വയസ്സിൽ താഴെയാണ് 2 പേർക്കും പ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്. 3 പെൺകുഞ്ഞുങ്ങൾ ഭാഗ്യം കൊണ്ടുവരും. ഓക്കെ, 5ാമത്തെ പെണ്ണ് ഭാഗ്യം കൊണ്ടുവരും. 3ാമത്തെ മകൾ ഭാഗ്യം കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉണ്ട്. എനിവേ, ഇപ്പോൾ ഇന്ന് ഈ വിഷയം ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വിശേഷങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, കഥകൾ ഒരുപാടുണ്ട്. ഓരോന്നോരോന്ന് പറഞ്ഞു തുടങ്ങി ഒരു 2-3 മണിക്കൂർ ഞാൻ സംസാരിക്കും. 10 മിനിറ്റ് മലയാളികൾ എനിക്ക് അനുവദിച്ചിട്ടുള്ളൂ. ഓക്കെ, വേറെയും ചാനലുകളൊക്കെ ഉണ്ട്. എനിവേ, എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുമെല്ലാം സൗഭാഗ്യം കിട്ടണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.